ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി മെയിൻസിലെ നമ്മുടെ പേപ്പർ 2-ലെ കുറച്ച് ഏറ്റവും ഉറപ്പായി ചോദിക്കാൻ സാധ്യതയുള്ള എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങളുമായി കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഏകദേശം ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഏരിയാസ് അല്ലെങ്കിൽ കോർ ഏരിയാസ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പലപ്പോഴും ഈ ഒരു പല ടോപ്പിക്കുകളും നമുക്ക് ഫെമിലറൈസ് അല്ല, പുതുതായി പഠിക്കുന്നതാണ്. കുറേ പേര് പുതുതായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഈ ഒരു ഏരിയാസ് എല്ലാം ഞാനും കവർ ചെയ്യുന്ന ഏരിയാസ് അല്ല. പക്ഷെ ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മൾ നെറ്റ് സെറ്റ് ഒക്കെ HSA ഒക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്ന കോച്ചിങ് സെൻ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടോപ്പിക് എന്നൊക്കെ പറയുമ്പം നെറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഓരോ സബ്ജക്റ്റും KS എടുക്കുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് എടുക്കുന്ന ഒക്കെ അധ്യാപകരുടെ കൂട്ടായ്മകളിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്തെടുത്ത ഏറ്റവും അത്യാവശ്യമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കിൻ്റെ ലിസ്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എൻഷുർ ചെയ്യാം. ഈ ഏരിയാസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മോഡ്യൂൾ ഫസ്റ്റിലെ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മോഡേൺ അപ്രോച്ചസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലെ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായും. ഇതിൻ്റെ സ്റ്റഡി നോട്ട്സ് ഒക്കെ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട. നിങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ഇതെല്ലാം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ രണ്ടാമത്തെ മോഡ്യൂളിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ MBA ക്കൊക്കെ പഠിച്ച പേപ്പറുകൾ തന്നെയാണ് ഇതെല്ലാം. കണ്ടംപററി അപ്രോച്ച്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CSR എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഇത് രണ്ടും, ആദ്യത്തെ രണ്ട് ഈ ഒരു മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം നിങ്ങൾക്ക് ചിലപ്പം സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ടും ഇതിൻ്റെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനെ നിങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കുക, കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പോർഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റും അതോടൊപ്പം തന്നെ പരീക്ഷയുടെ നേരെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്കറിയാം, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പാർലമെന്റ്. ഒരിക്കലും ഒരു പെരിഫറൽ സ്റ്റഡി അല്ല ഈ ടോപ്പിക്കിൽ നടത്തേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡീറ്റെയിൽഡ് സ്റ്റഡി വേണ്ട പോർഷനാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ PSC സാധാരണ രീതിയിലുള്ള എക്സാം ആയിരിക്കില്ല ചോദിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഡെപ്തായി തന്നെ ഇത് പഠിക്കുകയും വേണം. മസ്റ്റാണ്, ഡെപ്തായി പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ട അങ്ങനെ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മൊഡ്യൂൾ 4-ലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഈ ടോപ്പിക്ക് ഫുള്ളായിട്ടും PSC സാധാരണ രീതിയിൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പോലും ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്കും. ദെൻ കേരള എക്കണോമിയുമായി ബന്ധപ്പെട്ട പോർഷനാണ്. കേരള എക്കണോമിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തേത് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അഗ്രികൾച്ചറൽ ക്രോപ്സ്, ലാൻഡ് റീഫോംസ്. KSന് കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ എക്കണോമിയുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. എക്കണോമിയുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്കണോമിക്സ് എപ്പോഴും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഊഹിച്ചാൽ മതി. KSന്റെ പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണുക, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് സഹായകരമാകും. അടുത്തത് മോഡ്യൂൾ 6
കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നതിനടുത്തത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, പിന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്, അടുത്തത് ഇൻഫന്റ് മോർട്ടാലിറ്റി ഉണ്ട്, അടുത്തത് ബർത്ത് റേറ്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ജെൻഡർ ഗ്യാപ്പ്, നോളജ് എക്കണോമി. ഇവിടൊക്കെ തന്നെയും പ്രോഗ്രാംസ് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാൻ സാധിക്കും. കേരള ഗവൺമെന്റ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും, കേരള മോഡൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുകൾ ചോദിക്കാൻ പറ്റും. അതൊക്കെയും ഇവിടെ റിലേറ്റ് ചെയ്ത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. അതിലൊരെണ്ണം കറണ്ട് അഫയേഴ്സ് ആയിരിക്കും എന്ന രീതിയിൽ തന്നെ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. എന്തൊക്കെയാണ്? ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, അടുത്തത് എൻവയോൺമെന്റൽ ലോ ഇൻ ഇന്ത്യ, അടുത്തത് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ PSC ലെവലിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് അത്രമാത്രം നോട്ടുകൾ ലഭ്യമായിരിക്കില്ല. UPSC ലെവലിലായിരിക്കും ഈ ഒരു നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. പക്ഷേ ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം കേരളം പോലെ അല്ല, UPSCയുടെ മെറ്റീരിയൽസിലൊക്കെ ഈ ഒരു നോട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ സാധ്യതയുള്ള നോട്ടുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം പേടിക്കേണ്ട. കേരള നോട്ടുകളായിരിക്കും നിങ്ങൾ UPSC സ്റ്റഡി മെറ്റീരിയൽ ഭാഗത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽ. അതോടൊപ്പം തന്നെ മോഡ്യൂൾ 1ന്റെ മെറ്റീരിയലിൻ്റെ നോട്ടും മാനേജ്മെന്റ്, നെറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ ലഭ്യമായിട്ടുള്ളത്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതും UPSCയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, NDMA, NDRF, SDMA, DDMA, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെയും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, അതും കേരളത്തിൽ ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുമ്പോഴും തന്നെ അവിടെയും കേരള കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിന്റ്സ് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ മോഡ്യൂൾ 9ൽ ഇ ഗവേണൻസ് ആണ്. ഇ ഗവേണൻസിൽ കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്തേ പറ്റത്തുള്ളൂ. ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട പദ്ധതികളെയൊക്കെ എടുക്കുക. ഇനിഷ്യേറ്റീവ്സ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. പ്രോഗ്രാംസിന് നല്ല പരിഗണന കൊടുക്കുക. ഏതൊക്കെ പദ്ധതികളാണ് വന്നത്, അതിൻ്റെ അച്ചീവ്മെൻ്റ്, അത് ആർക്കാണ് കിട്ടുന്നത്, അതിൻ്റെ എപ്പോഴും അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് തന്നെ പോകുക. എപ്പോഴും പോർട്ടൽസ്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് പോർട്ടൽസ് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ റിസോഴ്സിന് ഏറ്റവും നല്ലൊരു സോഴ്സ് ആയിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്കുകൾ. ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. പിന്നീട് മറന്നു പോകേണ്ട, മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഏത് ഉദ്യോഗാർത്ഥിക്കും വളരെ ചെറിയൊരു ഫീസിൽ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ തന്നെയും ജോയിൻ ചെയ്യാം. പ്രിലിംസ് പാസ്സായ ഉദ്യോഗാർത്ഥികളോടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മോഡൽ എക്സാം വേണോ, രജിസ്റ്റർ ചെയ്യാം. മോഡൽ എക്സാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. മോഡൽ എക്സാം എഴുതാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ടോപ്പിക് വൈസ് കാറ്റഗറി, നമ്മുടെ ടോപ്പിക് 2ൽ മോഡൽ എക്സാം, അതിൻ്റെ ടോപ്പിക് വൈസ് എഴുതാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. രജിസ്റ്റർ ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന ഒരു വലിയ സ്വപ്നം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.